ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഫിഷ് ഗ്രില്ല് ചെയ്യാനാണ് പോകുന്നത് കേട്ടോ. സീ ബ്രീം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രണ്ട് ടൈപ്പിൽ ഗ്രില്ല് ചെയ്യാൻ ഓർത്ത്, രണ്ട് ടൈപ്പിൽ നമുക്ക് ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ ഓർത്ത്. ഒന്ന് റെഡ് ചില്ലി പൗഡറൊക്കെ ഇട്ടിട്ടും ഒന്ന് പച്ചമുളകിൻ്റെതും. പച്ചമുളക്, പുതിന, മല്ലിയില അതൊക്കെ ഇട്ടിട്ട് ചെയ്യാമെന്ന് ഓർത്ത്. കട്ട് ചെയ്ത് കൊണ്ടുവന്നൊന്ന് ക്ലീൻ ആക്കണമെന്ന്, ഇത്തിരി ഉപ്പൊക്കെ ഇട്ട് തേച്ച് കഴുകി നല്ല ക്ലീൻ ആക്കണമെന്ന്. എന്നിട്ട് വേണം ഇതൊന്ന് കായം തേച്ചെടുക്കാനായിട്ട്. ഉപ്പിട്ട് ശരിക്കും ഒന്ന് അതിൻ്റെ പുറമൊന്ന് അരച്ച് കഴുകാം. ഓക്കെ, നമുക്കിനി മാരിനേറ്റ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ എടുക്കാം. അതിന് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു കഷ്ണം ഇഞ്ചിയും 3 വലിയ ചുള വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഈ പേസ്റ്റ് രണ്ടിലും ഉപയോഗിക്കുക. 2 കായം റെഡിയാക്കുമ്പോൾ നമുക്ക് 2 ഇത് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ ആദ്യം ഈ പേസ്റ്റ് ഉണ്ടാക്കി ഒരെണ്ണം അല്പം വലിപ്പമുണ്ട്, ഒരെണ്ണം അല്പം ചെറുതാണ്. അപ്പോൾ ഈ പേസ്റ്റ് ആദ്യം നമുക്ക് ഒരു മിനിറ്റ് സെറ്റ് ചെയ്യുക. പിന്നെ അടുത്ത് മറ്റേതിലേക്കും ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിനോടൊപ്പം പുതിന, മല്ലിയില അതും ചേർത്തു. കുറച്ച് പെപ്പർ പൗഡർ ചേർത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ടു. പെപ്പർ പൗഡർ ഏകദേശം 1 സ്പൂണോളം ചേർത്തു കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് എന്തോരോന്ന് വെച്ചാൽ ആഡ് ചെയ്യാം. കുറച്ച് ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുന്നുണ്ട്. രണ്ട് ഗ്രീൻ ചില്ലിയും കൂടി ഇടണം ഇതിനകത്ത്. നല്ല പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാം. അപ്പോൾ ഒരെണ്ണം സെറ്റായിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് റെഡിയാക്കാം. ബാലൻസ് വന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് ഉപ്പിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത്യാണ്ട് എരിവരില്ല, നല്ല കളർഫുള്ളും ആയിരിക്കും. ഒരു 2.5 സ്പൂണോളം ഇട്ടു. പിന്നെ പെപ്പർ പൗഡർ ഇട്ടു. ഇതിനകത്തും കുറച്ച് ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇത് മാരിനേറ്റ് ചെയ്തിട്ട് കുറേ നേരം ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. ഏകദേശം 1/4 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. കാരണം ഫ്രൈ ആക്കി എടുക്കുന്ന അത്രയും ഓയിലൊന്നും ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ആ ഓയിൽ കൊണ്ടൊന്ന് ഗ്രീസ് ചെയ്താൽ മാത്രം മതിയാകും. നമുക്ക് ഗ്രില്ല് ചെയ്യണ സമയത്ത് എല്ലാം ഈ ഗ്യാപ്പിലൊക്കെ ശരിക്ക് ഇത് തേച്ച് പിടിപ്പിക്കുക. എന്നാലേ നല്ല സ്പൈസി ആയിരിക്കുള്ളൂ. കുറച്ച് ജ്യൂസും ലെമൺ ജ്യൂസും ഇതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത് മുളക് പൊടി ചേർത്തത്, കാണുമ്പോൾ ഇതാണ് സ്പൈസി എന്ന് ഓർക്കും. പക്ഷേ മറ്റേത് നന്നായിട്ട് പെപ്പർ പൗഡറൊക്കെ നന്നായിട്ട് ചേർത്തിട്ടുണ്ട്. അത് 3/4 മണിക്കൂറോളം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഗ്രില്ല് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്കിത് ഗ്രില്ല് ചെയ്യാം. ഓക്കെ, ഒരു വലിപ്പം കൂടിയ മീൻ ഞാൻ താഴത്തെ ട്രേയിലേക്ക് വയ്ക്കുന്നുണ്ട്. കുറച്ച് ടച്ചപ്പൊക്കെ ഒന്ന് ചെയ്യാനുണ്ടായിരുന്നു. ഇനി അതിൽ കുറച്ച് നമുക്ക് ഒലിവ് ഓയിലാണ് ഗ്രീസ് ചെയ്യാൻ എടുക്കുന്നത്. കുറച്ച് ഒലിവ് ഓയിൽ ഗ്രീസ് ചെയ്യുന്നുണ്ട്. എല്ലായിടവും സ്പ്രെഡ് ആക്കുകയും
എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യുക. ഹെൽത്തിയാണ്, എളുപ്പത്തിൽ പെട്ടെന്ന് നമുക്ക് പണി ചെയ്തെടുക്കാൻ പറ്റും. എന്നുവെച്ചാൽ എന്തിന് ചപ്പാത്തിക്കും കുബൂസിനൊക്കെ നന്നായിട്ട് നല്ലൊരു കോമ്പിനേഷനാണ്. നമുക്ക് അടുപ്പിലും ഇതുപോലെ ഇത് വെച്ചിട്ട് ഈ സ്റ്റാൻഡ് വെച്ചിട്ട് ഗ്രിൽ ചെയ്തെടുക്കാം. താഴത്ത് തീ കൊടുത്തിട്ട് എന്തായാലും അടിപൊളിയായിരിക്കും. ചെയ്ത് നോക്കണം. ഒരു 40 മിനിറ്റ്സോളം ഇതിങ്ങനെ ഇരുന്ന് ഓക്കെ ഇപ്പോൾ കുക്കായിട്ടുണ്ടാവും. നല്ല സ്മെല്ലെല്ലാം വരുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ ഓക്കെയാണ്, സെക്കൻഡ് വണ്ണും ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെയാണത്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.